ഹലോ. അപ്പോൾ ഇന്നലത്തെ നോമ്പുതുറ വിശേഷങ്ങളൊന്ന് കണ്ടു നോക്കിയാലോ? അപ്പോൾ ദാ ഇന്ന് ചിക്കൻ കറിയും പത്തിരിയാണ് ട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ടോ പത്തിരിയൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്ന് പത്തിരി ഉണ്ടാക്കാനൊരു മോഹം. അതുകൊണ്ടാണ് ട്ടോ അപ്പോൾ ഇന്ന് പത്തിരി ആക്കിയത്. അപ്പോൾ ഇന്ന് പൊരിക്കടിയായിട്ട് മുട്ട ബജിയാണ് ട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ മുട്ട ബജിക്കുള്ള മുട്ട ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ട്ടോ. അതിനിടയിൽ ഞാൻ അതിലേക്കുള്ള ഫില്ലിങ്സിന് വേണ്ടിയുള്ള സവാളയും വെളുത്തുള്ളി ഇഞ്ചി അങ്ങനത്തെയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കാം ട്ടോ. അപ്പോൾ ഇതാ അതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ സവാള നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പ്, ഗരം മസാല, കുരുമുളക് പൊടി, കറിവേപ്പില, ചപ്പ്, പിന്നെ അതുപോലെ പുഴുങ്ങി വെച്ച മുട്ടയുടെ കുഞ്ചി ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മുട്ട ബജി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ നമ്മളെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചിക്കൻ കറിക്കുള്ള തേങ്ങ അവിടെ വറുക്കാൻ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ അത് വറുത്ത് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ഞാൻ ജ്യൂസും ലൈമൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇക്ക പണി കഴിഞ്ഞ് വന്നപ്പോൾ ചിക്കു കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ ജ്യൂസ്. അപ്പോൾ അതും ലൈമൊക്കെ ഞാൻ അടിച്ച് ഫ്രിഡ്ജിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ ഫില്ലിങ്സൊക്കെ നമുക്ക് കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് ഈ ഒരു മുട്ടയുടെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ദാ എല്ലാം അങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇന്നലെ കട്ട്ലേറ്റ് ഉണ്ടാക്കിയ എണ്ണയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കളയാനൊന്നും പറ്റില്ലല്ലോ, എണ്ണയല്ലേ. അപ്പോൾ പിന്നെ അതിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദാ നമ്മുടെ മുട്ട ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ സാധാരണ മുട്ട പൊരിച്ചെടുക്കുന്നതിലേറെ ഇങ്ങനെ ഉണ്ടാക്കി പൊരിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ദാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഓക്കെ ബൈ.